ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി കംപ്ലീറ്റ്ലി പഠിക്കാൻ പറ്റുന്ന യൂട്യൂബ് വീഡിയോ സീരീസിന്റെ 5ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെ പോലെയും ഈ ഒരു മുഴുവൻ ലേണിംഗ് സീരീസിനെയും ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ വീഡിയോയും അതിന്റെ ഓർഡറിൽ തന്നെ കാണുക, നന്നായി പഠിക്കുക. നമുക്ക് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം, ഒരുമിച്ച് ഗ്രോ ചെയ്യാം. അപ്പൊ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ സ്പെസിഫിക്കലി കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രിപ്റ്റോ കറൻസീസ് പഠിച്ചു. അപ്പൊ അത് പഠിക്കുന്നതിനിടയിൽ നമ്മൾ എതീറിയത്തിനെ പറ്റി മെൻഷനും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടിട്ട് മാത്രം വരിക. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ മുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ എതീറിയത്തിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ തന്നെ നിങ്ങൾ ക്രിപ്റ്റോ കറൻസിയുടെ ലോകത്ത് കുറച്ചെങ്കിലും ഡിസ്കഷൻസിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ, കുറച്ചെങ്കിലും സ്വയം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിൽ എതീറിയം എന്ന് തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാകും. പലരും പറയുന്നത് ലോകത്തിന്റെ ഫ്യൂച്ചർ പോലും എതീറിയമാണ് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല അസറ്റ്. അങ്ങനെ വിശ്വസിക്കുന്ന കുറെ അധികം ആൾക്കാരുണ്ട്. ഇൻഫാക്ട് എന്റെ ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെന്റ് നോക്കുകയാണെങ്കിലും എതീറിയത്തിലാണ് വലിയൊരു പങ്കുമുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ അജണ്ട എന്ന് പറയുന്നത് എന്താണ് എതീറിയം എന്ന് മനസ്സിലാക്കലാണ്. അത് എന്തിനാണ് കണ്ടുപിടിച്ചത്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇത് ഇത്ര അടിപൊളി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എതീറിയത്തിനെ പറ്റി എന്തൊക്കെ അറിയേണ്ടതുണ്ടോ അതെല്ലാം വളരെ വ്യക്തമായും വിശദമായും മനസ്സിലാക്കലാണ്, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കലാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്. അതായത് നമ്മുടെ ഏതൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇടുകയാണെങ്കിലും ഇന്ന് കാണാൻ പറ്റുന്നത് കമന്റ് സെക്ഷനിൽ നിങ്ങൾ എന്ത് തന്നെ കമന്റ് ചെയ്യുകയാണെങ്കിലും ഷാരിഖ് ഷംസുദ്ദീൻ എന്നൊരു തട്ടിപ്പ് പേരിൽ ഒരു സ്കാം ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്ന ആള് വന്ന് ഒരു റിപ്ലൈ തരുന്നുണ്ട്. ഇത് ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്യുന്നതാണ്, അല്ലാതെ ഞാനിരുന്നോ വേറെ ആളിരുന്നോ ചെയ്യുന്നില്ല. ഇത് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കാം ചെയ്യുന്ന ഒരു അറ്റാക്ക് തന്നെയാണ്. അപ്പൊ അവിടെ വന്നിട്ട് അയാൾ പറയുന്നത്, ഇൻഫാക്ട് മലയാളത്തിൽ പോലും അയാൾ പറയുന്നത് ഒരു വാട്സാപ്പ് നമ്പർ തന്നിട്ട് അതിൽ കോൺടാക്ട് ചെയ്യാനാണ്. കോൺടാക്ട് ചെയ്യുമ്പോൾ എന്താ കാണാൻ പറ്റുന്നത്, ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നും വേറെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് പൈസ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എന്തായാലും എല്ലാവരും ഇത്രയും ഇന്റലിജന്റ് ആണ്, ഇതുപോലുള്ള സ്കാമിലൊന്നും വീഴില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറെ സ്ക്രീൻഷോട്ട്സ് എനിക്ക് വരുന്നു. പൈസ അയച്ചു കൊടുത്തവരെയും കാണാൻ പറ്റുന്നുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം വളരെയധികം സീരിയസ് ആണ്. ഇത് അഡ്രസ് ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ പറയുകയാണ്, എന്റെ ഏതൊരു വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിലും വേറൊരു തട്ടിപ്പ് പേരിൽ ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട്, ആ ഒരു രൂപത്തിലുള്ള മെസ്സേജുകൾ വരുന്നുണ്ട്. ഞാൻ ഒരിക്കലും ആരെടുത്തും പൈസയും ആവശ്യപ്പെട്ടിട്ടില്ല, നിങ്ങൾ പൈസ എന്നാൽ ഇൻവെസ്റ്റ് ചെയ്ത് തരാമെന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പരിപാടിയും നമ്മൾ നടത്തുന്നില്ല. അവർ തന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇനി ഞാൻ തന്നെയാണോ കറക്റ്റ് ആയിട്ട് കമന്റിന് റിപ്ലൈ തന്നത് എന്ന് മനസ്സിലാക്കാനാണെങ്കിൽ എന്റെ പേര് കാണിക്കുന്നത് കണ്ടോ, സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വെരിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ടിൽ നിന്നായിരിക്കും റിപ്ലൈ വരിക. അതുപോലെ തന്നെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പർ മാത്രമാണ് എന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ സഹായങ്ങളോ എന്തെങ്കിലും സ്പെസിഫിക്കലി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാനുള്ളതാണ് ഈ ഒരു വാട്സ്ആപ്പ് നമ്പർ. അല്ലാതെ വേറെ ഒരു നമ്പറിലേക്കും മെസ്സേജ് ചെയ്യാനും ആവശ്യപ്പെടില്ല. ഒരു കാരണവശാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ആവശ്യപ്പെടുകയുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള സ്കാമുകളിൽ നിന്നും തട്ടിപ്പുകളിൽ നിന്നും യൂട്യൂബിൽ മാത്രമല്ല ലാർജർ ഇൻ ലൈഫും മാറി നിൽക്കുക. റൈറ്റ്, അപ്പൊ അതൊന്ന് പറഞ്ഞിട്ട് തുടങ്ങണമെന്നുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് തിരിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എതീറിയത്തിനെ പറ്റി കംപ്ലീറ്റ്ലി മനസ്സിലാക്കലാണ് ഇന്ന് നമ്മുടെ ലക്ഷ്യം. അപ്പൊ എപ്പോഴത്തെ പോലെ വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചും തന്നെ കാണുക, ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട്. നെയ്മ് ഷാരിഖ് ഷംസുദ്ദീൻ, വെൽക്കം ടു മാർക്കറ്റ് ഫീഡ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ നിങ്ങളുടെ തലയിൽ കയറ്റേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഈ വീഡിയോ അല്ലെങ്കിൽ എതീറിയത്തെ പറ്റി കംപ്ലീറ്റ്ലി മനസ്സിലാവുകയുള്ളൂ. സംഭവം എന്താണെന്ന് വെച്ചാൽ, എതീറിയത്തെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരു ക്രിപ്റ്റോ കറൻസിയെ പറ്റി പഠിക്കാം എന്നുള്ള മൂഡിലാണ് പഠിക്കുക. ക്രിപ്റ്റോ കറൻസി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ളത് എന്താ, ഒരു മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് മണിയാണ്. ക്രിപ്റ്റോ കറൻസി മണിയാണ് എന്ന് കേട്ടിട്ടാണ് അല്ലെങ്കിൽ വിചാരിച്ചിട്ടാണ് പലപ്പോഴും എതീറിയത്തെ പറ്റി പലരും പഠിക്കുക. തെറ്റ് പറയാൻ പറ്റില്ല, ബിറ്റ്കോയിൻ ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ഒരു മണിയുടെ പുതിയ രൂപം മാത്രമാണ്, അല്ലെ? അപ്പൊ ഇവിടെയാണ് ഈ സംഭവം എനിക്ക് വിശദമായിട്ട് പറഞ്ഞു തരാനുള്ളത്. ഇത് വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഈ വീഡിയോ നിങ്ങൾ കാണാൻ പാടുള്ളൂ. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇതീറിയം ഒരു ക്രിപ്റ്റോ കറൻസി അല്ല. ഇതീറിയം എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. ഈ ഇതീറിയം എന്ന ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിനകത്തെ ഒരു ക്രിപ്റ്റോ കറൻസിയാണ് ഈതർ അല്ലെങ്കിൽ ETH എന്ന് വിളിക്കുന്നത്. ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ ഈ ഒരു വീഡിയോ മുന്നിലേക്ക് കാണുമ്പോൾ ഇതീറിയം എന്തിന് എക്സിസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇതീറിയം എന്താണെന്ന് നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കാൻ പോകുന്നത് ഇതീറിയം എന്ന ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ഉണ്ടാക്കിയ കമ്പനിയെ പറ്റിയാണ്.
ആ ഒരു പെർസ്പെക്റ്റീവിലാണ് പഠിക്കേണ്ടത്. ഇതീറിയം എന്നൊരു കമ്പനി ഉണ്ടായിരുന്നു, അവർ ഇതീറിയം എന്നൊരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ഉണ്ടാക്കി, അതിന് പിന്നിൽ ഒരു ബിസിനസ് മോഡൽ ഉണ്ട്. എന്തിനാണ് അത് ഉണ്ടാക്കിയത്, എന്തുകൊണ്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നു, മുന്നിലേക്ക് എന്താണ് പ്ലാൻസ്, ആ ഒരു കമ്പനിയെ പറ്റി പഠിക്കുന്ന പോലെ, ഒരു ബിസിനസ് മോഡൽ പഠിക്കുന്നത് പോലെ ഇതീറിയം എന്താണെന്ന് പഠിക്കുക. അതിനുശേഷം ഈ ഒരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിനകത്തുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയാണ് ഈത്തർ. ഈ ഈത്തറിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ലാഭം ഉണ്ടാക്കുന്നതും നഷ്ടം ഉണ്ടാക്കുന്നതും എല്ലാം ഈത്തറിലാണ്. എന്നാൽ ഈ ഒരു ലോകം, ഈ ഒരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ബേസ്ഡ് പ്ലാറ്റ്ഫോം ആണ് ഇതീറിയം. റൈറ്റ്? ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട, മുന്നിലേക്ക് എല്ലാം കേൾക്കുമ്പോൾ ആം ഷുവർ നിങ്ങൾക്ക് എല്ലാം തന്നെ മനസ്സിലാകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം, ഇതീറിയത്തിനെ പറ്റി എല്ലാം തന്നെ മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ആ ഒരു മോഡൽ ചെയ്യാം. അതായത് എന്താണ് ഇതീറിയം എന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് എന്തിനാണ് ഇതീറിയം കണ്ടുപിടിച്ചത് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ വൈ ഇസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ദ വാട്ട്. അപ്പൊ എന്തിനാണ് ഇതീറിയം സീനിലേക്ക് വന്നത് എന്ന് നമുക്ക് പഠിക്കാം. ഇതൊരു കഥ പോലെ കേൾക്കാം എപ്പോഴത്തെ പോലെയും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ബിറ്റ്കോയിൻ എന്തിനാണ് കണ്ടുപിടിച്ചതെന്ന്, ശരിയല്ലേ? അല്ലെങ്കിൽ അത് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്, തീർച്ചയായിട്ടും കാണുക. അപ്പൊ ബിറ്റ്കോയിൻ നിലവിൽ വന്നത് ഒരു ന്യൂ ഫോം ഓഫ് മണി ആയിട്ടാണ്. എന്താണ് ഈ ന്യൂ ഫോം? ഒരു ഡീസെൻട്രലൈസ്ഡ് ആൻഡ് ഓട്ടോമേറ്റഡ് ഫോം ഓഫ് മണിയാണ്. യാതൊരുവിധ ടെൻഷനും ഇല്ല, ഒരു സെൻട്രൽ അതോറിറ്റിയും ഇല്ല കൺട്രോൾ ചെയ്യാനായിട്ട്. എന്റെ കയ്യിൽ ബിറ്റ്കോയിൻ ഉണ്ട്, ലോകത്ത് വേറെ ആരുടെയോ കയ്യിൽ ബിറ്റ്കോയിൻ ഉണ്ട്, എനിക്ക് അയാൾക്ക് ബിറ്റ്കോയിൻ അയച്ചു കൊടുക്കാനോ അയാളുടെ കയ്യിൽ നിന്ന് എനിക്ക് ബിറ്റ്കോയിൻ വാങ്ങാനോ ആരുടെയും കൺട്രോൾ ഇല്ലാതെ, ആരുടെയും സഹായമില്ലാതെ കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. ഡീസെൻട്രലൈസ്ഡുമാണ്, അതുപോലെ ഓട്ടോമേറ്റഡുമാണ്. അടിപൊളി സിസ്റ്റം അല്ലേ? ഇതുകൊണ്ടാണല്ലോ ബിറ്റ്കോയിൻ അടിപൊളിയാണ്. ഡീസെൻട്രലൈസ്ഡ് മണി അടിപൊളിയാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, മനസ്സിലായതാണ്, വ്യക്തമായിട്ട് അകത്ത് കയറിയതാണ്. ഇനി പറയണ്ട എന്ന് വിശ്വസിക്കുന്നു. എന്നാലും പറയാതെ പോകാൻ പറ്റില്ലല്ലോ. ഡീസെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റിയുടെ യാതൊരുവിധ കൺട്രോളുകളും ഇല്ല, മിസ്മാനേജ്മെന്റ് ഇല്ല, തട്ടിപ്പില്ല, ഫാസ്റ്റ് ആണ്, സെക്യൂർ ആണ്, അടിപൊളിയാണ്. അപ്പൊ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റംസ് അടിപൊളിയാണ് എന്ന് തെളിയിച്ച് തന്നതാരാണ്? ബിറ്റ്കോയിൻ ആണ്. എന്തിനെ ഡീസെൻട്രലൈസ് ചെയ്യുന്നതിലൂടെ? മണിയെ ഡീസെൻട്രലൈസ് ചെയ്യുന്നതിലൂടെ. അപ്പൊ അന്ന് അവിടെ ആ ഒരു കാലഘട്ടത്തിൽ 2010 മുതൽ 2013 വരെ കാലഘട്ടത്തിലുള്ളവർ ചിന്തിച്ചു, അല്ല ഇത് കൊള്ളാം, ബിറ്റ്കോയിൻ വന്നിട്ട് മണി എന്ന സംഭവത്തെ ഡീസെൻട്രലൈസ് ചെയ്ത് ഓട്ടോമേറ്റ് ചെയ്ത് ഒരു അടിപൊളി ഫ്യൂച്ചറിസ്റ്റിക് സാധനം ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മറ്റ് പല ഫംഗ്ഷൻസിനെയും ഇതുപോലെ ഡീസെൻട്രലൈസ് ചെയ്ത് ഓട്ടോമേറ്റ് ചെയ്തുകൂടാ? ബിറ്റ്കോയിൻ മണിയെ ഡീസെൻട്രലൈസ് ചെയ്ത് ഓട്ടോമേറ്റ് ചെയ്തു. അപ്പൊ പലരും ചിന്തിച്ചു, നമുക്ക് മറ്റ് ഫംഗ്ഷൻസിനെയും ഇതുപോലെ ഡീസെൻട്രലൈസ് ചെയ്തുകൂടെ, ഓട്ടോമേറ്റ് ചെയ്തുകൂടെ എന്ന് ചിന്തിച്ചു. അപ്പൊ അവർ നോക്കുന്നത് എങ്ങനെയാണ് ശരിക്കും ബിറ്റ്കോയിൻ മണിയെ ഡീസെൻട്രലൈസ് ചെയ്തത്? അതിന്റെ ഉത്തരം നമ്മുടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ച് പബ്ലിക് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ മാനേജ് ചെയ്തിട്ടല്ലേ മണിയെ ബിറ്റ്കോയിൻ ഡീസെൻട്രലൈസ് ചെയ്തത്. അപ്പൊ ആൾക്കാർ ചിന്തിച്ചു, ഇതേ ടെക്നോളജി എടുത്തിട്ട് മറ്റ് പ്രോസസ്സിനെയും ഡീസെൻട്രലൈസ് ചെയ്തുകൂടെ എന്ന്. ഒരു എക്സാമ്പിൾ തന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് ഇ കൊമേഴ്സ് ട്രാൻസാക്ഷന്റെ എക്സാമ്പിൾ എടുക്കാം. ആമസോൺ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആമസോണിൽ നമ്മൾ നോർമലി ബയ്യർ ആണ്, ഏതെങ്കിലും ഒരു സെല്ലർ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാകും. അപ്പൊ സെല്ലർ ആമസോൺ എന്ന പ്ലാറ്റ്ഫോമിൽ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്യും. നമ്മൾ ബയ്യർ നമ്മുടെ വീട്ടിലിരിക്കുന്നുണ്ട്, നമ്മൾ ആമസോൺ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് എന്താണോ സാധനം വാങ്ങേണ്ടത്, സേ ഒരു ഐഫോൺ വാങ്ങാനാണെന്ന് വിചാരിച്ചോ, അതിൽ ചെന്നിട്ട് ഐഫോണിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യും, ബൈ കൊടുക്കും, പൈസ അടക്കും. പൈസ എവിടെ പോകും? ആദ്യം ആമസോണിന്റെ അടുത്ത് പോകും. ആമസോൺ പൈസ സെല്ലർക്ക് അയച്ചു കൊടുക്കും. സെല്ലർക്ക് പൈസ കിട്ടുമ്പോൾ സെല്ലർ സാധനം നമുക്ക് അയച്ചു തരും. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാ? ആമസോൺ എന്ന സെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ ആണല്ലോ ഈ മുഴുവൻ ട്രാൻസാക്ഷനെ കൺട്രോൾ ചെയ്തതും ഫെസിലിറ്റേറ്റ് ചെയ്തതും. ഇനി മുന്നിലേക്ക് പോയിട്ട് നമുക്ക് സാധനം വന്നപ്പോ പെട്ടിയുടെ അകത്ത് കല്ലാണ് കിട്ടിയത്. അപ്പൊ നമ്മൾ ആരുടെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യും? ആമസോണിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യും. അപ്പൊ ആമസോൺ സെല്ലറിനെ കോൺടാക്ട് ചെയ്തിട്ട് പ്രശ്നം സോൾവ് ചെയ്ത് തരും, മേ ബി നമുക്ക് റീഫണ്ട് വാങ്ങിച്ചു തരും. പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് വെച്ചാൽ, ഇന്ന് ആമസോൺ എന്ന ഈ ഒരു കമ്പനി അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം സെൻട്രലൈസ്ഡ് ആണ്. ഇതിലെ ഫംഗ്ഷൻ എന്താണ്? ആൾക്കാർക്ക് സാധനം വാങ്ങാനും വിൽക്കാനും. എന്നാൽ ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ആരാണ്? ആമസോൺ എന്ന സെൻട്രൽ അതോറിറ്റിയാണ് കൺട്രോൾ ചെയ്യുന്നത്, അല്ലേ? അപ്പൊ ഇവരെയാണ്, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ ആപ്ലിക്കേഷനും ഇതുപോലെയാണ്. സെൻട്രലൈസ്ഡ് കൺട്രോൾ ഉണ്ട് എല്ലാ ആപ്ലിക്കേഷനിലും. ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ നമ്മൾ ഊബർ വഴി നമുക്കൊരു ടാക്സി വിളിക്കണം. അപ്പൊ ഊബർ നമ്മൾ വിളിക്കുമ്പോൾ ടാക്സി വരും, നമ്മൾ അതിൽ കയറും, ടാക്സി നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അയാൾക്ക് പൈസ കൊടുക്കുകയും ചെയ്യും. എന്നാൽ ഇതിനിടയിൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് ഊബർ എന്ന കമ്പനി ഉണ്ട്. ഏത് കാര്യം നോക്കിയാലും നമുക്കിപ്പോ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കണം, നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഫേസ്ബുക്കിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ആഡ് കാണുന്നുണ്ട്, ആഡ് കാണിക്കാൻ വേണ്ടി ആൾക്കാർ പൈസ കൊടുക്കുന്നുണ്ട്. എന്നാൽ അവിടെയുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതെല്ലാം ഫേസ്ബുക്ക് എന്നൊരു കമ്പനിയാണ്, അല്ലെ? ഇനി അതല്ലെങ്കിൽ നമ്മൾ ബാങ്കുകൾ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ? ലോൺ എടുക്കാനും ഡെപ്പോസിറ്റ് ചെയ്യാനും ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കെ ബാങ്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഈ ബാങ്കുകളും സെൻട്രലൈസ്ഡ് അതോറിറ്റിയാണ്. അപ്പൊ ഇവിടെയാണ് അന്നത്തെ കാലഘട്ടത്തിൽ പലർക്കും ചിന്ത വന്നത്, ഈ ആപ്ലിക്കേഷനുകൾ എന്തിനാണ് സെൻട്രലൈസ്ഡ് കൺട്രോൾ കൊടുക്കുന്നത്? ഈ ആപ്ലിക്കേഷനെയും
ഡീസെൻട്രലൈസ് ചെയ്ത് ഓട്ടോമേറ്റ് ചെയ്തുകൂടെ എന്ന് ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ അവിടെ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത്, ആപ്ലിക്കേഷനെ ഡീസെൻട്രലൈസ് ചെയ്തിട്ട് എന്ത് ഗുണമാണുള്ളത്? നമുക്ക് നമ്മുടെ ആമസോൺ എക്സാമ്പിൾ തന്നെ എടുക്കാം. ആമസോൺ നല്ല രീതിയിൽ വർക്കായി പോകുന്നില്ലേ? ആമസോണെ ഡീസെൻട്രലൈസ് ചെയ്ത് ഓട്ടോമേറ്റ് ചെയ്താൽ എന്ത് ബെനിഫിറ്റ് ഉണ്ടെന്ന് നിങ്ങൾ ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താ? മണിയെ ഡീസെൻട്രലൈസ് ബിറ്റ്കോയിൻ ചെയ്തപ്പോൾ എന്ത് ബെനിഫിറ്റ്സ് ആണ് ഉണ്ടായത്? എല്ലാ ബെനിഫിറ്റ്സും ഇവിടെയുണ്ട്. സി, ആമസോൺ എന്ന സെൻട്രലൈസ്ഡ് കൺട്രോൾ അവിടെ ഉണ്ട് എങ്കിൽ ആമസോണിന് എന്ത് തോന്നിവാസം ചെയ്യാം. അവരുടെ സിസ്റ്റം മാറ്റാം, ഫംഗ്ഷൻസ് മാറ്റാം, നമ്മളെ കൺട്രോൾ ചെയ്യാം, നമ്മുടെ ഡേറ്റ അവർക്ക് എടുക്കാം, ഡേറ്റ വേണമെങ്കിൽ അവർക്ക് വിൽക്കാം. ആമസോണിനെ വേണമെങ്കിൽ ആ രാജ്യത്തെ ഗവൺമെന്റിനെ കൺട്രോൾ ചെയ്യാം. ആമസോൺ വേണമെങ്കിൽ പൂട്ടിപ്പോകാം. ആമസോൺ മേ ബി ഡൗൺ ആകാം, സെർവർ ഡൗൺ ആയി പോകാം. പലപ്പോഴും യൂട്യൂബിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ ഈ അടുത്ത് നമ്മൾ സെർവർ ഡൗൺ ആയി കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഒരു സെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ ആണ് എങ്കിൽ അതിന് പകരം ഈ സെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ മാറിയിട്ട് ഇതൊരു ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ ആവുകയാണെങ്കിൽ, അതൊരു ബ്ലോക്ക് ചെയിനിൽ റൺ ആവുകയാണെങ്കിൽ, ആരുടെയും കൺട്രോൾ ഇല്ല എങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഒന്നും നിലനിൽക്കുന്നില്ല. ആരുമില്ല കൺട്രോൾ ചെയ്യാനായിട്ട്. ബയ്യറും സെല്ലറും, ഈ സ്പെസിഫിക് എക്സാമ്പിളിന്റെ കേസ് പറയുകയാണ്, ബയ്യറും സെല്ലറും തമ്മിൽ നേരിട്ടാണ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. ഇതിനിടയിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് പബ്ലിക് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. പുറത്തുനിന്ന് ആരുടെയും കൺട്രോൾ ഇല്ല, ഒരു ഗവൺമെന്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആയിരിക്കും, ഡൗൺ ടൈം ഒട്ടും തന്നെ ഉണ്ടാവില്ല. അങ്ങനെ ഡീസെൻട്രലൈസ്ഡ് ആകുന്നു എന്നുള്ളതിന്റെ ബെനിഫിറ്റ്സ് ഒട്ടനവധിയാണ്. നമ്മൾ ഓൾറെഡി ബിറ്റ്കോയിന്റെ കേസിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്താ പറഞ്ഞു വന്നത്? അന്നത്തെ ആൾക്കാർ നോക്കുമ്പോൾ ബിറ്റ്കോയിൻ വന്നിട്ട് മണിയെ ഡീസെൻട്രലൈസ് ചെയ്തിട്ട് മണിയെ അടിപൊളിയാക്കി. അപ്പൊ ബാക്കിയുള്ളവർ ചിന്തിച്ചു നോക്കി, എക്സിസ്റ്റിംഗ് ആയിട്ട് കുറെ ആപ്സ് നാട്ടിലുണ്ടല്ലോ, ഈ ആപ്സിനെ എല്ലാം എടുത്തിട്ട് ഡീസെൻട്രലൈസ് ചെയ്തിട്ട് ഇവരെ ഡീസെൻട്രലൈസ്ഡ് ആപ്സ് അല്ലെങ്കിൽ ഡാപ്സ് എന്ന് വിളിക്കും, ഷോർട്ട് ഫോം. ഡീസെൻട്രലൈസ്ഡ് ആപ്പ് അല്ലെങ്കിൽ ഡാപ്സ് ആക്കുകയാണെങ്കിൽ അത് അടിപൊളിയാകില്ലേ എന്ന് ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ ഇവിടെ ഡീസെൻട്രലൈസ്ഡ് ആപ്പിനെ പറ്റി കുറച്ചുകൂടി മനസ്സിലാക്കണമെങ്കിൽ നമ്മളിവിടെ ആമസോണിന്റെ എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ ആണല്ലോ. അപ്പൊ ഈ ആമസോണിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഇതൊരു ഡീസെൻട്രലൈസ്ഡ് ആപ്പ് ആവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഞാനെന്ന ബയ്യറുണ്ട്, എനിക്ക് ഐഫോൺ വാങ്ങേണ്ടതുണ്ട്, ഞാൻ ഈ ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷനിലേക്ക് പോകും. നമുക്ക് അതിനെ ഡീസെൻട്രലൈസ്ഡ് ആമസോൺ അല്ലെങ്കിൽ ഒരു രസത്തിന് ഡാമസോൺ എന്ന് വിളിക്കാം. അപ്പൊ ഞാൻ ഡാമസോൺ എന്ന പ്ലാറ്റ്ഫോമിലേക്ക് പോകും. എന്നിട്ട് ആ പ്ലാറ്റ്ഫോമിൽ ഞാൻ സെല്ലേഴ്സിനെ കാണുകയും ചെയ്യും. എന്നാൽ ഇതൊരു ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ ആണല്ലോ. അപ്പൊ ഞാൻ വാങ്ങണം എന്ന് പറയുമ്പോൾ എന്റെ പൈസ നേരിട്ടായിരിക്കും ഈ ഒരു സെല്ലറിലേക്ക് പോവുക. ഇതുവഴി നമ്മുടെ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് വഴി. അതായത് ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ ഏത് ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിലാണോ ഉള്ളത് അതിലൂടെ പൈസ പോയി എന്നുള്ളത് വെരിഫൈഡ് ആകും. റൈറ്റ്? ബിറ്റ്കോയിൻ നമ്മൾ പഠിച്ചതാണ്. പല നോട്ട്സ് ഇല്ലേ, അതുവഴി പ്രൂഫ് ഓഫ് വർക്ക് ഒക്കെ നടക്കില്ലേ, അതുപോലെ കംപ്ലീറ്റ്ലി വാലിഡേറ്റ് ആയി പൈസ പോയി എന്നുള്ളത് വാലിഡേറ്റ് ആകും. അതുപോലെ ആള് എനിക്ക് സാധനം അയച്ചു തന്നാൽ അതെനിക്ക് കിട്ടി എന്നുള്ളത് വാലിഡേറ്റഡ് ആകും. അങ്ങനെ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആയിട്ട് ഒരു ബ്ലോക്ക് ചെയിൻ പബ്ലിക് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജറിൽ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പ്രൂഫ് ഓഫ് വർക്കിലൂടെ കാര്യങ്ങൾ വാലിഡേറ്റ് ചെയ്തിട്ട് ഇവിടെ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും. നടുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ആമസോൺ എന്നൊരു കമ്പനിയുടെയോ അല്ലെങ്കിൽ ഹ്യൂമൻ ഇന്റർവെൻഷന്റെ ആവശ്യമില്ല. കംപ്ലീറ്റ്ലി എഴുതപ്പെട്ടിട്ടുള്ള കോഡ്, ആക്ച്വൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ള കോഡ്സ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യും. ഇങ്ങനെയാണ് ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുക. മുന്നിലേക്ക് പോകുമ്പോൾ ഇവ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാകും. അപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിലേക്ക് നമുക്ക് എത്താം. അതിനു മുമ്പ് അപ്പൊ ആൾക്കാർക്ക് ഐഡിയ കിട്ടി, യെസ് ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ ചിന്ത തുടങ്ങി ഇതിനെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത്. അപ്പൊ ഒരു കാര്യം നമുക്ക് അറിയുന്നത്, ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ റൺ ചെയ്യണമെങ്കിൽ ഒരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് വേണമെന്നറിയാം. അപ്പൊ ഈ 2010 ആ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ ആൾക്കാർ നോക്കുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ബിറ്റ്കോയിന്റെ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കാ. എന്നാൽ അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബിറ്റ്കോയിന്റെ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് എഴുതി ഉണ്ടാക്കിയത് ട്യൂറിൻ ഇൻകംപ്ലീറ്റ് ലാംഗ്വേജ് എന്നുള്ള ഒരു കോഡിംഗ് ലാംഗ്വേജിലായിരുന്നു. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ട്യൂറിൻ ഇൻകംപ്ലീറ്റ് ലാംഗ്വേജ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കോംപ്ലക്സ് സാധനങ്ങളൊന്നും കോഡ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റില്ല. വളരെ സിമ്പിൾ ആയിട്ട് ആരുടെ കയ്യിൽ പൈസ ഉണ്ട്, ആർക്ക് പൈസ അയക്കണം, ആരുടെ കയ്യിൽ കിട്ടി, അപ്പൊ മണി ട്രാൻസ്ഫർ റിലേറ്റഡ് കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ എഴുതി ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിരുന്നു ട്യൂറിൻ ഇൻകംപ്ലീറ്റ് ലാംഗ്വേജ്. അപ്പോ അത് നോക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി, ഡെഫിനറ്റ്ലി ഡാപ്സ് റൺ ചെയ്യണമെങ്കിൽ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് വേണം. എന്നാൽ ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിൽ പരിപാടി നടക്കില്ല എന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ എന്താ വേണ്ടത്? ഒരു കോംപ്ലക്സ് ആയിട്ട് ഇവിടെ നമുക്ക് ഡാപ്സ് റൺ ചെയ്യണമെങ്കിൽ കോംപ്ലക്സ് ആൽഗോരിതം എഴുതണം, അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള പല ഫംഗ്ഷൻസും എഴുതി ഉണ്ടാക്കേണ്ടതുണ്ട്. ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കോഡ് റൺ ചെയ്യാൻ പറ്റണം. നമ്മുടെ ട്യൂറിംഗ് ഇൻകംപ്ലീറ്റ് ലാംഗ്വേജ് പോലെയല്ല, എന്നാൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കോഡ് റൺ ചെയ്യണമെങ്കിൽ പുതിയ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് വേണം എന്ന് മനസ്സിലായി. അതായത് ലോകത്തില് 10,000 കമ്പ്യൂട്ടറുകളിൽ അല്ലെങ്കിൽ നോഡുകളിൽ റൺ ചെയ്യുന്ന ഒരു പുതിയ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കും വേണം. ആ പുതിയ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കില് അത്യാവശ്യം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പുതിയ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജും വേണം എന്ന് മനസ്സിലായി.
ഇത് മനസ്സിലാക്കി ഇതിനെ സോൾവ് ചെയ്യാനായിട്ടാണ് എതീറിയം കണ്ടുപിടിച്ചത്. അല്ലെങ്കിൽ എതീറിയം എന്ന കമ്പനി മുന്നിലേക്ക് വെച്ച ഐഡിയ ഇതാണ്. നമുക്ക് ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ റൺ ചെയ്യേണ്ടതുണ്ട്. ഇവ തന്നെയായിരിക്കും ഫ്യൂച്ചറിൽ പല കാര്യങ്ങളും റൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ റൺ ചെയ്യണമെങ്കിൽ ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിൽ നടക്കില്ല. പുതിയതായ ഒരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ആവശ്യമുണ്ട്. ഈ പുതിയതായ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡാപ്സ് റൺ ചെയ്യണം എന്നുള്ളത് കൊണ്ട് വ്യത്യസ്തമായൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും വേണം എന്നുള്ളതാണ് എതീറിയം പറഞ്ഞത്. അപ്പൊ ഇത് 2013 വിറ്റാലിക് ബ്യൂട്ടറിൻ എന്ന ഒരാളാണ് ഈ ഒരു ഐഡിയ ആദ്യമായി സംസാരിക്കുന്നത്. 2014 എതീറിയം ലോഞ്ച് ചെയ്യുകയും ചെയ്തു. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ലോഞ്ച് ചെയ്യുമ്പോൾ വിറ്റാലിക് ബ്യൂട്ടറിൻ എന്നത് വെറും 19 വയസ്സാണ്. അപ്പൊ ഇത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എതീറിയം എന്ന് പറയുന്നത് ഒരു ക്രിപ്റ്റോ കറൻസി അല്ല. എതീറിയം എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ആണ്. അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. പ്ലാറ്റ്ഫോം ഫോർ റണ്ണിംഗ് ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ. അത് തന്നെയാണ് എതീറിയം എന്നുള്ളതാണ് വിറ്റാലിക് ബ്യൂട്ടർ ഇത് കണ്ടുപിടിച്ചപ്പോൾ മുന്നിലേക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എതീറിയം എന്ന് പറയുന്നത് ഈ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ആണ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഈ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിൽ ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ റൺ ആക്കണമെങ്കിൽ, എഴുതി ഉണ്ടാക്കണമെങ്കിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേണമെന്ന് പറഞ്ഞു. ആ എതീറിയം നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ പേരാണ് സോളിഡിറ്റി. അപ്പൊ ഇത്രയും കേട്ടതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റി? തീർച്ചയായിട്ടും എതീറിയം ഒരു ക്രിപ്റ്റോ കറൻസി അല്ല. ഏതൊരു ആപ്ലിക്കേഷനെയും ഡീസെൻട്രലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ മുന്നിലേക്ക് ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കി അതിനെ റണ്ണ് ചെയ്യാനായിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റം, ഒരു പ്ലാറ്റ്ഫോം ആണ് എതീറിയം മുന്നിലേക്ക് വെക്കുന്നത് ഒരു പുതിയ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിലൂടെ. അതായത് എതീറിയത്തിന്റെ ബ്ലോക്ക് ചെയിൻ ലോകത്തിൽ 10,000 കമ്പ്യൂട്ടേഴ്സിലെ നോഡ്സിൽ റൺ ആകുന്നുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് ഒരു ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു ഡെവലപ്പർക്ക് സോളിഡിറ്റി എന്നുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ഒരു ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ എഴുതി ഉണ്ടാക്കി, കോഡ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ കോഡ് ചെയ്ത് ഉണ്ടാക്കിയ ആ ആപ്ലിക്കേഷൻ എതീറിയത്തിന്റെ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിലേക്ക് റണ്ണ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞത് ഒന്നുകൂടി വ്യക്തമായിട്ട് കേട്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും അത് ചെറുതായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് വിശദമായിട്ട് എതീറിയം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് പഠിക്കാം. അതുകൂടി കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി മനസ്സിലാകും. അപ്പൊ ഈ പറഞ്ഞത് തന്നെയാണ്. അതായത് എതീറിയം എന്നുള്ള ഒരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ആണ്. അത് എന്തിനാണ് കണ്ടെത്തിയത്? സോ ദാറ്റ് മറ്റ് ഡെവലപ്പേഴ്സിന് വന്നിട്ട് മറ്റ് ആൾക്കാർക്ക് വേണമെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാം. അവർക്ക് എങ്ങനെ ഉണ്ടാക്കാം? ഈ എതീറിയം എന്ന ബ്ലോക്ക് ചെയിനിൽ റൺ ആകുന്നത് സോളിഡിറ്റി എന്ന കോഡാണ്. ഈ സോളിഡിറ്റി എന്ന കോഡിംഗ് ലാംഗ്വേജിൽ അവർക്ക് പ്രോഗ്രാംസ് കോഡ് ചെയ്ത് ഉണ്ടാക്കാം. ആ പ്രോഗ്രാംസിന് അവർക്ക് എതീറിയം എന്ന ബ്ലോക്ക് ചെയിനിൽ എക്സിക്യൂട്ട് ചെയ്ത് റണ്ണ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് വെൻ യൂസേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷൻ റണ്ണ് ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വാലിഡേറ്റ് ചെയ്യുന്നത്, വെരിഫൈ ചെയ്യുന്നത്, റണ്ണ് ചെയ്യുന്നതും എല്ലാം നമ്മുടെ എതീറിയം ബ്ലോക്ക് ചെയിൻ ആണ്. റൈറ്റ്? കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിന്റെ കോറിലേക്ക് പോവുകയാണെങ്കിൽ സ്മാർട്ട് കോൺട്രാക്ട്സ് എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് കാര്യം കൂടി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അത് നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് വരാം, അല്ലെ എങ്ങനെയാണ് ഇത് കോഡ് ചെയ്തിട്ട് ഒരു കമ്പനിയൊക്കെ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് നടത്താൻ പറ്റുമെന്നൊരു ഡൗട്ട് ഉണ്ടാകും അല്ലെ? അവിടെയാണ് സ്മാർട്ട് കോൺട്രാക്ട്സ് എന്ന സംഭവം വരുന്നത്. അതായത് എതീറിയം പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ ഏതൊരു ആപ്പും, ഡീസെൻട്രലൈസ്ഡ് ആപ്പും സോളിഡിറ്റി ഉപയോഗിച്ച് കോഡ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ ഓരോ ആപ്പിന്റെയും ഓരോ ഫംഗ്ഷനെയും ഇവർ സ്മാർട്ട് കോൺട്രാക്ട്സ് ആക്കുകയാണ് ചെയ്യുന്നത്. അതായത് ചിന്ത വളരെ സിമ്പിൾ ആണ്. നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഏതൊരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും അതിൽ എന്തൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും എല്ലാം ഒരു ഇഫ് ദെൻ ഫംഗ്ഷൻ അല്ലേ? നമുക്ക് നമ്മുടെ ആമസോണിന്റെ എക്സാമ്പിൾ തന്നെ എടുത്തു നോക്കാം. അത് ആമസോൺ എന്ന സെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ ഉണ്ട് എങ്കിൽ തന്നെ ഞാൻ എന്ന ബയ്യർ അപ്പുറത്ത് സെല്ലർ ഇരിക്കുന്നുണ്ട്, എനിക്ക് സാധനം വാങ്ങണം. അപ്പൊ ആമസോൺ എന്ന സെൻട്രലൈസ്ഡ് കൺട്രോൾ, ആ അതോറിറ്റി എന്താ നോക്കുന്നത്? എനിക്ക് ഫോൺ വാങ്ങണമെങ്കിൽ ഞാൻ ആദ്യം പൈസ സെല്ലറിന് ഇട്ട് കൊടുക്കണം. സോ ഇഫ് പൈസ ഇട്ട് കൊടുത്തു എന്ന് നോക്കും. പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദെൻ ഫോൺ അയച്ചോളൂ. ഒരു ഇഫ് ദെൻ ഫംഗ്ഷനിലാണ് ഇൻഫാക്ട് ലോകത്തിലെ എല്ലാ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സെൻട്രൽ അതോറിറ്റിയാണ് ഈ ഇഫ് ദെൻ മുഴുവൻ കൺട്രോൾ ചെയ്ത് വാലിഡേറ്റ് ചെയ്തിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ എതീറിയത്തിൽ നടക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ സ്മാർട്ട് കോൺട്രാക്ട്സിൽ ഈ ഇഫ് ദെൻ ഓട്ടോമേറ്റഡ് ആണ്, സ്മാർട്ട് കോൺട്രാക്ട് ആണ്. ഇപ്പൊ രണ്ടുപേര് തമ്മിലാണ്. നമുക്ക് ആമസോണിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ആമസോണിന്റെ നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറയാം. ഡാമസോൺ എന്ന ഡീസെൻട്രലൈസ്ഡ് ആമസോൺ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഞാൻ ബയ്യർ ഉണ്ട്, അപ്പുറത്ത് സെല്ലർ ഉണ്ട്, നടുക്ക് എന്താണുള്ളത്? ഡീസെൻട്രലൈസ്ഡ് ആമസോൺ ഉണ്ട്. ഇത് റണ്ണ് ചെയ്യുന്ന എവിടെയാണ്? എതീറിയത്തിന്റെ ബ്ലോക്ക് ചെയിനിലാണ്. ഇതിനകത്ത് എന്തുണ്ട്? സോളിഡിറ്റി കൊണ്ട് എഴുതിയ സ്മാർട്ട് കോൺട്രാക്ട്സ് ഉണ്ട്. അപ്പൊ ഞാനും ഈ സെല്ലറും തമ്മിൽ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിലായിരിക്കും ഏർപ്പെടുക. അപ്പൊ ഇവിടെ ട്രസ്റ്റ് സ്മാർട്ട് കോൺട്രാക്റ്റിലാണ്, കൺട്രോള് സ്മാർട്ട് കോൺട്രാക്ടിന്റെ കയ്യിലാണ്. അപ്പൊ സ്മാർട്ട് കോൺട്രാക്റ്റിൽ ഓൾറെഡി കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലെ നിയമം എന്താണ്? ഡീസെൻട്രലൈസ്ഡ് ആമസോൺ ഉണ്ടാക്കിയ ആള്
എഴുതി വെക്കും, അവിടുത്തെ നിയമങ്ങൾ എഴുതി വെക്കും. കോഡ് ഇസ് ലോ എന്നാണ് എതീറിയത്തിൽ പറയുന്നത്. അപ്പൊ നിയമം എന്താണെന്ന് ആ സ്മാർട്ട് കോൺട്രാക്റ്റിലുണ്ട്. അപ്പൊ സ്മാർട്ട് കോൺട്രാക്റ്റിന് അറിയാം നിയമം എന്താണെന്ന്. ഞാൻ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട് എങ്കിൽ അയാൾ എനിക്ക് സാധനം അയച്ചു തന്നേ പറ്റുള്ളൂ. ഇനി അങ്ങനെ അല്ല എങ്കിൽ റീഫണ്ട് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള എല്ലാ നിയമങ്ങളും ആ ഒരു സ്മാർട്ട് കോൺട്രാക്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ സ്മാർട്ട് കോൺട്രാക്ട് നോക്കും ഇതെല്ലാം നടക്കുന്നുണ്ടോ എന്ന്. നടക്കുന്നുണ്ടെങ്കിൽ ആര് വാലിഡേറ്റ് ചെയ്യും? നമ്മുടെ എതീറിയം ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ഇല്ലേ, ബിറ്റ്കോയിൻ എങ്ങനെയാ വാലിഡേറ്റ് ചെയ്യുന്നത്? പബ്ലിക് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജറിൽ പോയിട്ട് പ്രൂഫ് ഓഫ് വർക്ക് വഴി അല്ലേ? അങ്ങനെ എല്ലാവരും വാലിഡേറ്റ് ചെയ്ത് കാര്യം നടക്കുന്നു എന്ന് കാണുമ്പോൾ സീംലെസ് ആയിട്ട്, ഡീസെൻട്രലൈസ്ഡ് ആയിട്ട്, ഓട്ടോമേറ്റഡ് ആയിട്ട്, ആരുടെയും കൺട്രോൾ ഇല്ലാതെ വളരെ സേഫ് ആയി, സെക്യൂർ ആയി പെട്ടെന്ന് ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നില്ലേ? ഇതാണ് എതീറിയം ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഒരു സ്മാർട്ട് കോൺട്രാക്ട് വഴി എങ്ങനെ ഒരു ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിന്റെ എക്സാമ്പിൾ തീർച്ചയായിട്ടും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഒന്നുകൂടി കേട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു മോഡലിൽ നിന്ന് കുറേ അധികം ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. സ്മാർട്ട് കോൺട്രാക്ട്സ് ആണ് ഇവരെല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്മാർട്ട് കോൺട്രാക്ട്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ പവർഫുൾ ആണ് അല്ലെ? കംപ്ലീറ്റ്ലി കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ആർക്കും ഒന്നും തന്നെ മാറ്റാൻ പറ്റില്ല. ഇമ്മ്യൂട്ടബിൾ ആണ് എന്ന് പറയും. അതുപോലെ തന്നെ അതിൽ എഴുതി വെച്ചിരിക്കുന്ന നിയമം എന്താണോ അതിനനുസരിച്ച് മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ അത് സെൽഫ് എക്സിക്യൂട്ടിംഗും. അതുകൊണ്ട് തന്നെയാണ് ഡീസെൻട്രലൈസിനോടൊപ്പം തന്നെ കാര്യങ്ങൾ ഓട്ടോമേറ്റഡ് ആണ് എന്ന് കൂടി പറയുന്നത്. ആരും ഇടപെടേണ്ട ആവശ്യമില്ല, കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും വളരെ സീംലെസ് ആയിട്ട് ഒട്ടും തന്നെ ഡൗൺ ടൈം ഇല്ലാതെ നടക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ വളരെ രസത്തിനാണ് നമ്മുടെ ഡീസെൻട്രലൈസ്ഡ് ആമസോണിന്റെ ഒരു എക്സാമ്പിൾ എടുത്തത്. ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ലോകം എത്രമാത്രം മുന്നിലേക്ക് നീങ്ങുന്നു എന്നുള്ളത്. അതായത് ഇന്ന് എതീറിയം ബ്ലോക്ക് ചെയിനെ ബേസ് ചെയ്തുകൊണ്ട് കുറേ അധികം ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. കുറേ അധികം വളരെ നല്ല രീതിയിൽ റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ 2, 3, 4 എക്സാമ്പിൾ നിങ്ങൾക്ക് ആക്ച്വൽ റിയൽ ലൈഫ് എക്സാമ്പിൾ തന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാകും. അപ്പൊ അടുത്ത നമുക്ക് എക്സാമ്പിൾസ് കേൾക്കാം. ഏറ്റവും ആദ്യത്തെ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇന്ന് ബാങ്കുകൾ സെൻട്രലൈസ്ഡ് ആണ്. ഞാൻ മണി ട്രാൻസ്ഫറെ പറ്റിയല്ല സംസാരിക്കാൻ പോകുന്നത്. ബാങ്കുകളുടെ മെയിൻ ബിസിനസ് എന്താ? ലെൻഡിങ് ആൻഡ് ബോറോയിങ് ആണ്. ശരിയല്ലേ? നമ്മൾ ബാങ്കിൽ പൈസ കൊണ്ട് ഇട്ടാൽ ആ പൈസ എടുത്ത് ബാങ്ക് മറ്റൊരാൾക്ക് കടം കൊടുക്കും. അതുപോലെ നമുക്ക് ബാങ്കിൽ നിന്ന് പണം കടം എടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോ ഇതെന്താണ്? ഒരു ഫൈനാൻസ് ഓർഗനൈസേഷൻ ആണ് ബാങ്ക് അല്ലെ? അപ്പോൾ ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി, ഒരു ഫൈനാൻസ് ഓർഗനൈസേഷനെ ലെൻഡിങ്ങിനെയും ബോറോയിങ്ങിനെയും ഡീസെൻട്രലൈസ് ചെയ്തുകൂടെ എന്ന്. അങ്ങനെയാണ് ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ് മുന്നിലേക്ക് വരുന്നത്. ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ് ആപ്സ്, ഇവയെ ഷോർട്ട് ഫോം ആയിട്ട് ഡിഫൈ എന്നാണ് വിളിക്കുക. ഇതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് നമുക്ക് മുന്നിൽ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ Aave.com ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ് ആപ്ലിക്കേഷൻ ആണ്. അതായത് ഇടയിൽ യാതൊരുവിധ കൺട്രോൾ ചെയ്യാനുള്ള സെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ ഇല്ല. ഞാൻ മറ്റൊരാൾക്ക് കടം കൊടുക്കുകയാണെങ്കിൽ ഞാൻ നേരിട്ട് അയാൾക്കാണ് കടം കൊടുക്കുന്നത്. അത് കടം കൊടുത്തതിന്റെ നെറ്റ്വർക്ക് അല്ലെങ്കിൽ റെക്കോർഡ് എവിടെയാണുള്ളത്? നമ്മുടെ എതീറിയം ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിലുണ്ട്. അയാൾ എനിക്ക് പൈസ തിരിച്ചു തരണം, എത്ര ഇൻട്രസ്റ്റോട് കൂടി തരണം എന്നുള്ളത് എവിടെയുണ്ട്? സ്മാർട്ട് കോൺട്രാക്റ്റിലുണ്ട്. ഇത് എക്സിക്യൂട്ട് ആയിരിക്കുന്നത് എതീറിയത്തിന്റെ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിലാണ്. അല്ലാതെ ഇടയിൽ വേറെ ആരും കൺട്രോൾ ഇല്ല. ഇത് വളരെ സേഫ് ആണ്. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പേടി വരും, അയാൾ തന്നില്ലെങ്കിലോ എന്നുള്ളത്. അതിന്റെ എല്ലാ നിയമങ്ങളും കോഡ് ചെയ്ത് സ്മാർട്ട് കോൺട്രാക്റ്റിൽ വെച്ചിട്ടുണ്ട്. പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതൊരു എക്സാമ്പിൾ ആണ്. ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ് അല്ലെങ്കിൽ ഡിഫൈ എന്നുള്ളത് ഒരു എക്സാമ്പിൾ ആണ്. രണ്ടാമത്തെ എക്സാമ്പിൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ്. നമ്മൾ വോൾഡിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ പലരും ചോദിച്ചൊരു കൺസേൺ അല്ലേ, വോൾഡ് ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആണ് അല്ലെ? മനുഷ്യന്മാർ റൺ ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ച് ആണ്. നാളെ വോൾഡിന് എന്തെങ്കിലും പറ്റിപ്പോയാൽ, വോൾഡ് പൂട്ടിപ്പോയാൽ, വോൾഡിന് എന്ത് വേണമെങ്കിലും സംഭവിക്കാൽ, വോൾഡിനെ ആരെങ്കിലും ഹാക്ക് ചെയ്ത് കൊണ്ടുപോയാൽ, കുറെ സേഫ്റ്റി മെഷേഴ്സ് അവർ എടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്, ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. എന്നാലും വേഴ്സ്റ്റ് കേസ് സിനാരിയോയില് ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിന് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കാനുള്ള ഒരു സാധ്യതയില്ലേ? അവിടെയാണ് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ് വന്നത്. ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു എക്സ്ചേഞ്ചിന്റെ ആവശ്യകത പറ്റി പറഞ്ഞിരുന്നു. അപ്പൊ ഒരു എക്സ്ചേഞ്ച് തന്നെ എന്നാൽ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് സ്മാർട്ട് കോൺട്രാക്ട്സ് വഴി നമ്മൾ എതീറിയം ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള എക്സ്ചേഞ്ചസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അവയാണ് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ് എന്ന് വിളിക്കുന്നത്. യൂണിസ്വാപ്പ് ഒരു എക്സാമ്പിൾ ആണ്. ഇതുപോലെ ഇനിയും പറയുകയാണെങ്കിൽ ഇന്ന് കുറെ ഡീസെൻട്രലൈസ്ഡ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോംസ് വരുന്നുണ്ട്. ക്രിപ്റ്റോ കിറ്റീസ് ഒരു എക്സാമ്പിൾ ആണ്. ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റ് പ്ലേസസ് വരുന്നുണ്ട്. റേറിബിൾ NFTs വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റ് പ്ലേസ് ആണ്. കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. നിങ്ങൾക്ക് സാധനം വാങ്ങാനും വിൽക്കാനും പറ്റും. എല്ലാം നടക്കുന്നത് എതീറിയത്തിന്റെ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിലാണ്. അങ്ങനെ കുറെ അധികം, ഇത്രയും എക്സാമ്പിൾസ് തൽക്കാലം മതി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ആപ്ലിക്കേഷൻ നമ്മൾ ആസ് യൂസേഴ്സ് പോയി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന, ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുന്ന, കാര്യങ്ങൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ പറ്റുന്ന ആപ്ലിക്കേഷൻ ഡീസെൻട്രലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഡീസെൻട്രലൈസ് ചെയ്യാൻ സഹായിക്കുന്ന നെറ്റ്വർക്കാണ് എതീറിയം ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക്. അല്ലെങ്കിൽ എതീറിയം എന്ന് പറയുന്നത് ഈ ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്.
വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈത്തറിനെ പറ്റിയാണ്. ഈത്തർ അല്ലെങ്കിൽ ETH ആണ് ഈ എത്തീരിയം നെറ്റ്വർക്കിനെ റണ്ണ് ചെയ്യാൻ, പവർ ചെയ്യാൻ സഹായിക്കുന്ന ക്രിപ്റ്റോ കറൻസി. എന്തിനാണ് ഈത്തറിന്റെ ആവശ്യമുള്ളത്? നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ചെറുതായിട്ടെങ്കിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതീരിയം ബ്ലോക്ക് ചെയിൻ റണ്ണ് ചെയ്യാനായിട്ട് പ്രൂഫ് ഓഫ് വർക്ക് വേണം. ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിൻ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ മൈനേഴ്സ് ഉണ്ട്, അവർ കാര്യങ്ങൾ വാലിഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അവർക്ക് റിവാർഡ് കിട്ടേണ്ട ആവശ്യമില്ലേ? അപ്പൊ എതീറിയം ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് നന്നായി നടന്നു പോകണമെങ്കിൽ അതിനകത്ത് റിവാർഡ് ചെയ്യേണ്ടതുണ്ട്, പലരെയും ഇൻസെന്റിവൈസ് ചെയ്യേണ്ടതുണ്ട്, ഒരു കറൻസിയുടെ ആവശ്യമുണ്ട്. അപ്പൊ എതീറിയം ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിന്റെ അകത്ത് ഉപയോഗിക്കപ്പെടുന്ന കറൻസിയാണ് ഈതർ എന്ന ക്രിപ്റ്റോ കറൻസി. അത്ര മാത്രമേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. എന്നാൽ ബിറ്റ്കോയിനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറെ അധികം ഡിഫറൻസസ് ഉണ്ട്. ബിറ്റ്കോയിന്റെ സപ്ലൈ നമുക്കറിയാം ലിമിറ്റഡ് ആണ്, ആകെ 21 മില്യൺ ബിറ്റ്കോയിനെ ഉണ്ടാവുള്ളൂ. എന്നാൽ എതീറിയത്തിന്റെ സപ്ലൈ അൺലിമിറ്റഡ് ആണ്. അപ്പൊ അത് കോഡ് ചെയ്ത് ഉണ്ടാക്കിയതിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ട് എന്നത് മാറ്റിവെക്കുകയാണെങ്കിൽ ഈതർ എന്ന് പറയുന്നത് ഇതീറിയം ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിനെ പവർ ചെയ്യുന്ന, അതിനകത്ത് ഉപയോഗിക്കപ്പെടുന്ന കറൻസിയാണ് ഈതർ. അപ്പോ നാളെ ഇതീറിയം എന്ന പ്ലാറ്റ്ഫോം വളരെ പോപ്പുലർ ആവുകയാണ്, അതിനകത്ത് കുറെ ഡാപ്സ് വരുന്നു, കുറെ ആൾക്കാർ ഉപയോഗിക്കുന്നു, എല്ലാവരും ഇതീറിയം ഉപയോഗിച്ച് ആപ്പുകൾ റണ്ണ് ചെയ്യാൻ തുടങ്ങിയാൽ ഈതറിന്റെ ഡിമാൻഡ് കൂടും, ഈതറിന്റെ വാല്യൂ കൂടും. അങ്ങനെ നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ റിട്ടേൺസ് കിട്ടാൻ പറ്റും. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലരും പലപ്പോഴും ഇതീറിയത്തിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ ഈതർ വാങ്ങിച്ചു എന്നുള്ളതാണ്. ഈതറിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എന്നാൽ ഈതറും ഇതീറിയവും പലരും മിക്സ് ചെയ്ത് ഒരുമിച്ച് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം കൂടി നോക്കേണ്ടത്, ഈതർ എന്ന ക്രിപ്റ്റോ കോയിൻ പുറത്തു വരുന്നത് ഇതീറിയം എന്ന പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇതീറിയം എന്ന കമ്പനി ICO ചെയ്തപ്പോഴാണ്, ഇനീഷ്യൽ കോയിൻ ഓഫറിംഗ് ചെയ്തപ്പോഴാണ്. ഇത് എന്നാ ചെയ്ത്? 2014 ICO ചെയ്തപ്പോൾ ഈതറിന്റെ വില നിയർലി 30 രൂപ മാത്രമായിരുന്നു. ഇന്ന് എത്രയാണ് വില എന്നറിയോ? ഇന്ന് നിയർലി 3.5 ലക്ഷം രൂപയാണ് ഒരു ഈതറിന്റെ വില. 30 രൂപയിൽ നിന്ന് 3.5 ലക്ഷം രൂപ വരെ ഇത് കൂടിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്? ഇതീറിയം എന്ന പ്ലാറ്റ്ഫോമിന് അറൗണ്ട് കുറെ ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ ആൾക്കാർ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ ഇതീറിയം ബ്ലോക്ക് ചെയിൻ ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങി. അങ്ങനെ വളരെ പോപ്പുലർ ആകുന്നോളും ഈ ഈതറിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റ്. അപ്പൊ ഏറ്റവും അവസാനമായിട്ട് ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇതീറിയം എന്ന പ്ലാറ്റ്ഫോം ഇത്രയും കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തു, ഇതിന്റെ ഒരു മനോഹാരിത എന്ന് പറയുന്നത് ഇത് ഇവിടെ നിർത്തുന്നില്ല എന്നുള്ളതാണ്. ഇതീറിയം എന്ന പ്ലാറ്റ്ഫോമിൽ തന്നെ എന്തെങ്കിലും കുറ്റങ്ങളുണ്ട്, കുറവുകൾ ഉണ്ട് എങ്കിൽ അവർ അതിനെ ബെറ്റർ ആക്കി മുന്നിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് ഇതീറിയം 2.0 എന്നുള്ള അടുത്ത വെർഷനിലേക്ക് ഇവർ ഇതിനെ മാറ്റാൻ പോകുന്നത്. അതായത് ഇതീറിയത്തിനെ പറ്റി പലരും പറയുമ്പോൾ പല പ്രശ്നങ്ങളും ഉന്നയിക്കുന്നതിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് അത്ര സ്കെയിലബിൾ അല്ല എന്നുള്ളതാണ്. ഒരു സെക്കൻഡിൽ എത്ര ട്രാൻസാക്ഷൻ നടക്കാൻ പറ്റും എന്നുള്ളതിന് ചെറിയൊരു ലിമിറ്റ് ഒക്കെ ഉണ്ട്. അപ്പോ നാളെ 10,000 ആപ്പുകൾ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആപ്പുകൾ, ഡീസെൻട്രലൈസ്ഡ് ആപ്പുകൾ എതീറിയം ബ്ലോക്ക് ചെയിൻ റൺ ചെയ്ത് തുടങ്ങിയാൽ ഒരു സെക്കൻഡിൽ ട്രാൻസാക്ഷൻ ലിമിറ്റ് ഉണ്ട് എങ്കിൽ കുറച്ച് ലാഗ് വരും. അതുകൊണ്ട് തന്നെ സ്കെയിലബിൾ അല്ലാത്ത പ്രശ്നമുണ്ട്, അത് അവർ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ പ്രൂഫ് ഓഫ് വർക്കിലാണ് മെയിൻലി എതീറിയം റൺ ചെയ്തുകൊണ്ടിരുന്നത്. പ്രൂഫ് ഓഫ് വർക്കിന് എന്താ പ്രശ്നമുള്ളത്? മൈനിങ്ങിന് നമ്മൾ പണ്ട് പഠിച്ചതാണ്, മൈൻ ചെയ്യുന്നതിന് കുറെ ഇലക്ട്രിസിറ്റി പവർ വേണം, അതൊരിക്കലും എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി അല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല പ്രശ്നങ്ങളും ആൾക്കാർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി പ്രൂഫ് ഓഫ് വർക്കിൽ നിന്ന് ചെറുതായി പ്രൂഫ് ഓഫ് സ്റ്റേക്കിലേക്ക് എതീറിയത്തിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പ്രൂഫ് ഓഫ് സ്റ്റേക്ക് എന്താണെന്ന് അറിയില്ല അല്ലെ, വിശദമായിട്ട് മറ്റൊരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ മുന്നിലേക്ക് എതീറിയം 2.0 ആകുമ്പോൾ കംപ്ലീറ്റ്ലി പ്രൂഫ് ഓഫ് സ്റ്റേക്കിലേക്ക് എതീറിയത്തിനെ മാറ്റാനുള്ള പ്ലാൻ ഉണ്ട്, വിച്ച് ഇസ് വെരി ഗുഡ് ഫോർ ദ ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ എതീറിയത്തിന്റെ മെയിൻ ചെയിനിനോടൊപ്പം കുറെ സൈഡ് ചെയിൻസ് റൺ ചെയ്ത് കാര്യങ്ങൾ ബെറ്റർ ആക്കാൻ, അങ്ങനെ കുറെ ടെക്നിക്കൽ കാര്യങ്ങൾ ചെയ്ത് എതീറിയം 2.0 ആകുമ്പോൾ കാര്യങ്ങൾ ബെറ്റർ ആക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ കേട്ടിട്ട് എതീറിയം എന്താണെന്നും അതൊരു പ്ലാറ്റ്ഫോം ആണെന്ന് മനസ്സിലായെന്നും വിശ്വസിക്കുന്നു. അതുപോലെ ഈതർ എന്നുള്ളത് ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. ആ ക്രിപ്റ്റോ കറൻസി എതീറിയത്തിന്റെ അകത്ത് എതീറിയം നെറ്റ്വർക്കിൽ ഉപയോഗിക്കപ്പെടുന്ന കറൻസിയാണ്, ഒരു ക്രിപ്റ്റോ കോയിൻ ആണെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഏറ്റവും അവസാനമായിട്ട് ഒരു റിവിഷൻ പോലെ കൺക്ലൂഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, മുന്നിലേക്ക് പോകുമ്പോൾ കാര്യങ്ങൾ ഫ്യൂച്ചറിസ്റ്റിക് ആകുമ്പോൾ ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ ആൾക്കാർക്ക് ബിൽഡ് ചെയ്യണം എന്നുള്ളത് ഒരു ആവശ്യകതയാണെന്ന് മനസ്സിലായി. ഈ ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ റണ്ണ് ചെയ്യണമെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള, നല്ല രീതിയിൽ കോഡ് ചെയ്ത് കസ്റ്റം കോഡ് ചെയ്ത് സ്മാർട്ട് കോൺട്രാക്ട്സ് റണ്ണ് ചെയ്യാൻ പറ്റുന്ന ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് വേണമെന്ന് മനസ്സിലായപ്പോൾ അതിന് പറ്റിയ ഒരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യലാണ് ഇതീറിയം എന്ന കമ്പനി ചെയ്ത്. ആ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഇന്ന് ഇതീറിയം എന്ന് വിളിക്കുന്നത്, ആ പ്ലാറ്റ്ഫോമിനെയാണ് ഇതീറിയം എന്ന് വിളിക്കുന്നത്. ഇന്ന് ചുറ്റും നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സാമ്പിളിൽ കണ്ടതുപോലെ കുറെ അധികം പുതിയ പുതിയ കമ്പനീസ് വന്നിട്ട് സോളിഡിറ്റി ഉപയോഗിച്ചിട്ട് എതീറിയം ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിലേക്ക് അവരുടെ പുതിയ പുതിയ ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷനെ റണ്ണ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്, അതിലേക്ക് ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. അത് നമ്മളെ പോലെ പലരും ഉപയോഗിക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും ethereum.org എന്ന വെബ്സൈറ്റിൽ പോയാൽ ഇതിനകത്ത്
ഇന്ന് റൺ ചെയ്യുന്ന പോപ്പുലർ ആയിട്ടുള്ള പല ആപ്പുകളും കാണാൻ പറ്റും. അതിലേക്കൊക്കെ നിങ്ങൾ സ്വയം പോയാൽ കുറെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഞാൻ തീർച്ചയായിട്ടും ആവശ്യപ്പെടുന്നു നിങ്ങൾ ആ വെബ്സൈറ്റിൽ പോകണം. ഇതിനകത്തുള്ള മൾട്ടിപ്പിൾ ഡാപ്സിനെ, ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻസിനെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കണം, കണ്ടു നോക്കണം, മനസ്സിലാക്കണം. അപ്പോഴാണ് പഠനം പൂർത്തിയാകുന്നത്. ഐ നോ ഈ ഒരു വീഡിയോ കുറച്ചധികം ഞാൻ അഗെയിൻ സ്കെപ്റ്റിക്കലായിരുന്നു ചെയ്യുമ്പോൾ. ഇത് എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകുമെന്നുള്ളത് എപ്പോഴത്തെ പോലെ നീണ്ടു പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും വളരെ വ്യക്തമായ ഒരു ഐഡിയ, ബേസിക് ധാരണയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് തരുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഒരു ഫീഡ്ബാക്ക് താഴെ തരുക. എന്താണ് അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് അറിയിക്കുക. അത് മാത്രമാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ മുന്നിലേക്ക് പോകാനായിട്ട്. അതുപോലെ അതിനുശേഷം എപ്പോഴത്തെ പോലെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും കമന്റ് ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഭാഗമായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് ഉണ്ടാകും. ഡൗട്ടൊക്കെ കമന്റ് സെക്ഷനേക്കാളും കൂടുതൽ എഫക്റ്റീവ്ലി നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുക നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.